ഇന്ന് ആഗസ്റ്റ് 15 അക്ഷയ കേന്ദ്രം എല്ലാം ഇന്ന് അവധിയാണ്. മസ്റ്ററിങ് നടത്താനുള്ളവർ എത്രയും വേഗം മസ്റ്ററിങ് നടത്തുക. ഈ മാസം അവസാനം വരെയുള്ള മസ്റ്ററിൻ്റെ കാലാവധി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സമയം നീട്ടുകയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മസ്റ്ററിങ് നടത്താത്ത ആൾക്കാർ എത്രയും വേഗം നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, പ്രായാധിക്യം കൊണ്ടും അതേപോലെ കിടപ്പ് രോഗികളും അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിരലുകളും കണ്ണും പതിയാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് ഫെയിലഡ് മസ്റ്ററിങ് എന്നാണ് പറയുന്നത്. എന്താണ് ഫെയിലഡ് മസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രായാധിക്യം കൊണ്ട് കൂടുതൽ അവശത അനുഭവപ്പെടുന്നവർ, അതായത് 70 വയസ്സിന് മുകളിലുള്ളവരും കിടപ്പ് രോഗികളും വളരെ കാലം കൊണ്ട് കിടക്കുന്നവരും അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിരലുകൾ പതിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണുള്ളത്. പതിയത്തില്ല. അതുപോലെ തന്നെ കണ്ണും പതിയത്തില്ല. കണ്ണ് അവർ പറയുന്ന രീതിയിൽ ഇമ വെട്ടാനോ കണ്ണിൻ്റെ കൃഷ്ണമണി നേരെ നിർത്താനോ കഴിയാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം വരുമ്പോൾ കണ്ണിൻ്റെയും പതിപ്പ് നടക്കത്തില്ല. അങ്ങനെ രണ്ടിൻ്റെയും പതിപ്പ് നടക്കാത്തതിനാണ് ഫെയിലഡ് മസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിലഡ് മസ്റ്ററിങ് ഇവർക്ക് എങ്ങനെ നടത്താം എന്നുള്ള സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് MD തുളസി, വള്ളിക്കാവ്. ഫെയിലഡ് മസ്റ്ററിങ് ആയിട്ടുള്ളവർക്ക് ചെയ്യുന്ന അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫെയിലഡ് ഫോം നമുക്ക് തരികയും അതിനകത്ത് അക്ഷയ കേന്ദ്രത്തിൻ്റെ സീലടിച്ച് തരികയും ചെയ്യും. എന്നിട്ട് അവർ പറയും പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ. പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് നമ്മൾ ഈ പേപ്പർ കൊണ്ടു കൊടുക്കാൻ നേരത്ത് അവർ അത് പരിശോധിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് നോക്കും. അതായത് ക്ഷേമ പെൻഷൻ കിട്ടുന്ന കയർ ബോർഡിലാണോ, മത്സ്യഫെഡിലാണോ, അതേപോലെ തന്നെ തോട്ടിൻ്റെ തൊഴിലാളി ക്ഷേമ പെൻഷനിലാണോ, അതല്ലാതെ ഡയറക്റ്റ് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണോ എന്നവർ നോക്കിയതിന് ശേഷം അവിടുന്ന് ഒരു പേപ്പർ തരും. ആ പേപ്പർ നമ്മൾ ഗവൺമെൻറ് ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ഏത് ക്ഷേമ പെൻഷൻ ഓഫീസിലാണ് നമുക്ക് പോകേണ്ടത് അവിടെ പോകണം. അവിടെ പോകുന്നതിന് മുമ്പേ തന്നെ 3 ID-യുടെ ഓരോ കോപ്പിയും നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധാറിൻ്റെ ഒരു കോപ്പി, 2 പെൻഷൻ ബുക്കിൻ്റെ ഒരു കോപ്പി, 3 ബാങ്കിൻ്റെ ബുക്കിൻ്റെ ഒരു കോപ്പി. ഈ 3 കോപ്പികളും നമ്മൾ കയ്യിൽ കരുതി വേണം ക്ഷേമനിധി ബോർഡിലേക്ക് പോകേണ്ടത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പേപ്പറെല്ലാം ഉദ്യോഗസ്ഥനെ കാണിക്കുകയും ഉദ്യോഗസ്ഥൻ ഇത് ഓക്കെയാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ മസ്റ്ററിങ് നടക്കാത്തവരുടെ എല്ലാ കാര്യങ്ങളും മസ്റ്ററിങ് നടത്തുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് ഈ പേപ്പറുകൾ വെച്ച് അവർ ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അപ്പം ഈ മാതിരിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വീട്ടിലുള്ള മറ്റംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കിടപ്പ് രോഗികളെ വാർദ്ധക്യ സഹജമായി ഓട്ടോറിക്ഷയ്ക്കകത്തോ കാറിനകത്തോ കയറിപ്പോകാൻ പറ്റാത്ത ആൾക്കാർക്ക്, മസ്റ്ററിങ് നടക്കാനും പറ്റാത്ത ആൾക്കാർക്ക്, ഈ വീട്ടിലുള്ള ആൾക്കാർ ഈ കാര്യം അക്ഷയ കേന്ദ്രത്തിൽ പോയി പറയുകയും അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് വന്ന് മസ്റ്ററിങ് നടത്തുകയും ചെയ്യണം. പക്ഷേ അക്ഷയ കേന്ദ്രത്തിലുള്ള ആൾക്കാർ മസ്റ്ററിങ് നടത്തേണ്ട വഴിക്ക് വേണ്ടി വീട്ടിലേക്ക് വരത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത്, നമ്മുടെ വാർഡ് മെമ്പറെ കഥ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ അടുക്ക പറയുകയും ചെയ്യുക. അപ്പോൾ അവർ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് മസ്റ്ററിങ് നടത്തും. മസ്റ്ററിങ് നടത്താൻ പറ്റാത്ത ആൾക്കാർക്ക് ഫെയിലഡ് പേപ്പർ മേടിക്കുക. ആ പേപ്പർ മേടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേമനിധി ബോർഡിൽ കൊണ്ടുവന്ന് പേപ്പറെല്ലാം തയ്യാറാക്കിയിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ മസ്റ്ററിങ് കഴിയും. പിന്നെ മറ്റൊരു കാര്യം കൂടെ അക്ഷയ കേന്ദ്രത്തിനെ പറ്റി പറയാനുണ്ട്. കിടപ്പ് രോഗികൾ സുഖമില്ലാതെ അക്ഷയ കേന്ദ്രത്തിലും വരാൻ പറ്റാത്ത ആൾക്കാർക്ക് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സെല്ല് അക്ഷയ കേന്ദ്രത്തിൽ രൂപീകരിച്ചിട്ട് വീട്ടുകാർ വന്ന് കാര്യങ്ങൾ പറയാൻ നേരത്ത് വീട്ടിൽ പോയി മസ്റ്ററിങ് നടത്താനുള്ള ഒരു സാഹചര്യം അക്ഷയ കേന്ദ്രത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകാരമായിരിക്കും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും നേരം ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ദൈവകൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.